അപ്പോൾ ഇന്നത്തെ വീഡിയോ ബോയ്സിൻ്റെയൊക്കെ ബർത്ത്ഡേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബർത്ത്ഡേ കേക്കിൻ്റെ ഡെക്കറേഷനാണ് കാണിക്കാൻ പോകുന്നത്. റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നമ്മൾ ഒരുപാട് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് സ്കിൻ ടോൺ മാജിക് കളേഴ്സിൻ്റെ സ്കിൻ ടോൺ കളറും കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ബീറ്റ് ചെയ്തതിലേക്ക് ഈ ടൈഗറിൻ്റെ ഈ ഒരു സ്കൈ ബ്ലൂ കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2 ടയർ കേക്കാണ്. ഞാൻ ഫസ്റ്റിൽ കണ്ടല്ലോ നിങ്ങൾ പിക്ചർ. അപ്പോൾ മുകളിലത്തെ ആ ഒരു ടയറിൽ ഞാൻ സ്കൈ ബ്ലൂ കളർ കൊടുത്തിട്ട് കോട്ടിങ് ചെയ്തു. ഇതൊരു മുകളിലത്തത് 5 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്ത കേക്കും താഴത്തത് 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്ത കേക്കും ആയിരുന്നു. അപ്പോൾ 2 ചോക്ലേറ്റ് കേക്കാണ് ചെയ്തത്. അപ്പോൾ സ്പെഷ്യൽ ചോക്കോനട്ടി നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തല്ലോ, അതാണ് ചെയ്തത്. അപ്പോൾ താഴത്തതും ഞാൻ സ്കിൻ ടോൺ കളർ വെച്ചിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫസ്റ്റിൽ. അതിനുശേഷം താഴത്തെ ടയറിൽ സ്കൈ ബ്ലൂ കളർ വെച്ചിട്ട് ഒന്ന് സൈഡ്സിൽ മാത്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുകളിൽ ഈ ഒരു സ്കിൻ ടോൺ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെനിക്കൊരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു. കസ്റ്റമർ കാണിച്ചു തന്ന ആ ഒരു പിക്ക് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അവർക്ക് നല്ല ഇഷ്ടമായി കേക്ക്. അപ്പോൾ ഈ സൈഡിൽ ഞാൻ സ്കൈ ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്, കാരണം നമ്മുടെ ഡിസൈന് ഒരു ചെറിയൊരു ഫ്രില്ലിട്ടതുപോലെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഈ ഒരു സ്കിൻ ടോൺ കളർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്കൈ ബ്ലൂ കളറിൻ്റെ കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് വന്നത് ഞാനൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടി സ്കൈ ബ്ലൂ കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫിനിഷിംഗ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു സ്കൈ ബ്ലൂ കളർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ മുഴുവനായിട്ട് ബാറ്റർ ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതായിരുന്നു. 1.5 കപ്പ് മൈദയും 6 മുട്ടയും വെച്ചിട്ടുള്ള മെഷർമെൻറ്റിലാണ് ചെയ്തത്. എന്നിട്ട് 2 പാനിൽ ഒരുമിച്ചിട്ട് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കാണ് ചെയ്തത്. അപ്പോൾ കേക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക, ഇഷ്ടമുള്ള ഫ്ലേവറിൽ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഒരു ഫോട്ടോ കൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒരു തെർമോക്കോളിൽ ഒരു കളർ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് 2 സ്റ്റിക്ക് കൂടി വെച്ച് കൊടുത്തു. പിന്നെ അതുപോലെ ഗോൾഡൻ്റെ സ്റ്റാർ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലും സ്റ്റിക്ക് വെച്ചിട്ടാണ് മുകളിൽ ടോപ്പറായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്ലൂ കളറൊക്കെ അത്യാവശ്യം ഒന്ന് കോട്ട് ചെയ്തെടുത്തു. ഇനി ഫ്ലവർ നോസിലുണ്ടല്ലോ, ആ നമ്മൾ റോസ് ഫ്ലവറൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലവർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഫ്ലവർ നെയിൽ വെച്ചിട്ട് വരയ്ക്കുന്ന റോസ് ഫ്ലവറിന് ഉപയോഗിക്കുന്ന ഈ ഒരു നോസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. നല്ലൊരു ഞെറി ഇട്ടിട്ടുള്ള ആ ഒരു രീതിയിലുള്ള വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായാലും മാത്രമേ നമുക്കിതുപോലെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ വിപ്പിംഗ് ക്രീം സ്റ്റിഫായി കിട്ടാനായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതുപോലെയൊക്കെ ഒന്ന് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തൊക്കെ, ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും നല്ല സ്റ്റിഫായിട്ടൊക്കെ ബീറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇതുവരെ വിപ്പിംഗ് ക്രീം ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആവുന്നവർ വേണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ, നല്ല രീതിയിൽ തന്നെ വിപ്പിംഗ് ക്രീം സ്റ്റിഫായി കിട്ടാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കിട്ടും. ഫസ്റ്റ് ടൈം കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നും. അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ ശരിയായിട്ടില്ലെങ്കിൽ ആ ഒരു ക്രീം ഒന്നുകൂടി നമ്മൾ മാറ്റിയിട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ നമുക്ക് നല്ല നീറ്റിൽ തന്നെ പറ്റുന്നത്ര നീറ്റിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ താഴത്തെ ടയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷം മുകളിലത്തെ ഫസ്റ്റിലത്തെ ടയർ നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മുകളിലായിട്ട് വെക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ചെയ്യുക. 2 പാലറ്റ് നൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ ഇതൊരു ചെറിയ കേക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു 1.5 kg കേക്കായിരുന്നു വെയിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ട്രോ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് 2-3 നല്ല കട്ടിയുള്ള സ്ട്രോ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇറക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം സ്കിൻ ടോൺ കളറുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെ നമ്മൾ സ്ട്രോ വെച്ച ആ ഒരു ഹോളൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നെയിമിങ് ഫോണ്ടൻറ്റ് വെച്ചിട്ടിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് വൈറ്റ് ഫോണ്ടൻറ്റ് എടുത്തിട്ട് അതിൽ സ്കിൻ ടോൺ കളർ തന്നെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തൈലോസ് പൗഡർ ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. തൈലോസ് പൗഡർ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കോൺഫ്ലവർ ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്കിൽ പേരെഴുതാനായിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ പേരെഴുതാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ആൽഫബറ്റ് കട്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് നെയിം കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കട്ടർ വെച്ചിട്ട് എല്ലാ ലെറ്റേഴ്സും കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം കേക്കിൽ ഇങ്ങനെ സൈഡ്സിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗോൾഡൻ കളറിലാണ് വേണ്ടത്. നമ്മൾ ഓൾറെഡി സ്കിൻ ടോൺ കളർ ഇതിൽ ചേർത്തു. അതിന് ശേഷം കുറച്ച് ഗോൾഡൻ ലസ്റ്റർ ഡസ്റ്ററിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ വേറെ വൈറ്റ് കളറിൽ ചെയ്യുന്നതിൽ നല്ലത് ഇതുപോലെ സ്കിൻ ടോൺ കളർ ആദ്യം ഫോണ്ടയിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഗോൾഡനും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതാണ്. കണ്ടില്ലേ, ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ ഓരോരോ ലെറ്റേഴ്സിൽ നന്നായിട്ട് തന്നെ എല്ലായിടത്തും നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നും അതുപോലെ ബർത്ത്ഡേ ബോയിൻ്റെ പേരും ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് അതായത് ഇതൊരു ഷുഗേഴ്സാണ്, ഗോൾഡൻ ഷുഗേഴ്സ് പോലത്തുള്ളത്, അത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടോപ്പറാണിത്. അപ്പോൾ ഈ ഒരു ടോപ്പർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊക്കെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലത്തെ ടോപ്പറാകുമ്പോൾ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് കുറച്ച് ഗോൾഡൻ്റെ സ്റ്റാർസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രില്ലിട്ട ഈ ഒരു ഭാഗത്താണ് സ്റ്റാർസ് വെച്ച് കൊടുക്കുന്നത്. ആ ഒരു ഫോട്ടോയിലുള്ളതായിരുന്നു ഇത്. അപ്പോൾ അതുപോലെ നമുക്ക് സ്റ്റാർസ് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ ബർത്ത്ഡേ ബോയിൻ്റെ ഫോട്ടോ കൂടി വരുമ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസും അതുപോലെ വീഡിയോസും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്